ശരിയാണ്. കരുത്ത് കൂടി ഇപ്പൊ ചേരി കിടപ്പുണ്ടല്ലോ കുറെ പേര്. മക്കളെ ഇന്ദ്ര നേരത്തെ പരിചയപ്പെടാൻ പറ്റില്ല. എന്റെ പേരുമായി കരുത്ത് കൂടിയവര് ഇവർക്ക് എന്താ പറയുക ഹാഷ്മി, ഇവർ ഈ ലോകത്തൊന്നല്ല ജീവിക്കുന്നത്. ഇവരുടെ പ്രശ്നം ഞാൻ പറഞ്ഞില്ല, പഴയ ദേശാഭിമാന യുഗത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് എന്ത് മറ്റേ വായ പോയ കൊടാലി പോലെ ഇവിടെ വന്നിട്ട് എന്തും വിളിച്ചു പറയുന്നതിനപ്പുറത്തേക്ക് ഇതൊന്നും യാഥാർത്ഥ്യമായിട്ട് വല്ല ബന്ധമുള്ളത് ഈ കാലഘട്ടത്തിന് ചേരുന്നതല്ല. ഞാനിതിന് വിദഗ്ധനല്ല. ഞാനൊരു വിദഗ്ധന. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി വരെ അങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ചേരുന്നില്ല. അതാണ് ഇവരെ ഈ രാജ്യത്ത് നിന്ന് തന്നെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കിയിട്ട് ഇപ്പോൾ അവസാനത്തെ ഈ രാജ്യത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി തീർന്നല്ലോ, അതോടുകൂടി അവരുടെ പരിപാടി തീർന്നിരിക്കുകയാണ്. ഇവർ തെരുവിൽ ഇറങ്ങി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മൾ കണ്ട്. കഴിഞ്ഞ ദിവസം ഇഡിയുടെ വാഹനം ആക്രമിക്കുന്നു, അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു, ഇപ്പൊ ജയിലിൽ പോയി കിടന്നു. ഇപ്പോൾ ഒരു പ്രശ്നമില്ലോ. കഴിഞ്ഞ ദിവസം പോലീസ് അവരെ കൊണ്ട് തെളിവെടുപ്പിന് വേണ്ടി വന്നു. ആദ്യം ഇഡി അവിടെ ഈ മുഖ്യമന്ത്രിയുടെ അല്ല വീണയുടെ വീട്ടിൽ വന്ന സമയത്ത് സെർച്ചിങ്ങിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്ന ആവേശം എന്തായിരുന്നു? ഇവിടെ നേതാക്കന്മാരൊക്കെ എമാതിരി മുദ്രാവാക്യം വിളിയായിരുന്നു. ഇപ്പൊ പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോ ഒരു നേതാവില്ലല്ലോ. ചെറുപ്പക്കാർ ഏതൊക്കെ എനിക്ക് SFIയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കം ജയിലിൽ പോയി. ഇനി പുറത്തിറങ്ങി 1-2 കൊല്ലങ്ങൾ കഴിയും. കളിയാക്കണ്ട, ഇങ്ങനെ വെയിൽ കൊണ്ട് കോലം കരേണ്ട ആളല്ല ഞാൻ. അങ്ങ് ദുബായിൽ ഷെയ്ക്കിന്റെ അണ്ടറിൽ കഴിയേണ്ടവനാ. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ ഇഡിക്കെതിരെയുള്ള ആക്രമണം എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ സിസ്റ്റത്തിനെതിരെയുള്ള ആക്രമണമാണ്. പക്ഷേ ഇതൊന്നും ഇവർക്ക് അറിയില്ലാന്ന്. ഇവർക്ക് ഈ രാജ്യത്തിന്റെ സിസ്റ്റം എന്താണ്, ഇഡി എന്താണ്, CBI എന്താണെന്നും ഈ കേരളത്തിനപ്പുറത്തേക്ക് പോകാത്തത് കൊണ്ടും ബംഗാളിലും ത്രിപുരയിലും ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് അറിയില്ല. അതിനപ്പുറത്തേക്ക് ഇവർ തെരുവിൽ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നമൊന്നും ഇല്ല. അതൊക്കെ ഇവരുടെ തെറ്റിദ്ധാരണയാണ്. ഇവർക്ക് തെരുവിൽ ഇറങ്ങിയിട്ട് ഒരു ചലമുണ്ടാക്കാൻ വേണ്ടി പറ്റുമായിരിക്കും. അതും ഇനി ആളെ കിട്ടുന്ന സംശയം. കോട്ടയത്ത് ഇവർ ഡിവൈഫൈയുടെ സമരം നടത്തി. ഇഡി വിഷയത്തിൽ കോട്ടയത്തിൽ ഡിവൈഫൈയുടെ സമരം നടത്തുന്ന ആളില്ലാന്ന് പറഞ്ഞ റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ മാധ്യമങ്ങളാണ്. ഇത്രയൊക്കെയുള്ള ഇവരുടെ സമരം എന്ന് പറയുന്നത്. പിന്നെ ഇവർ ഈ കാവ്യവൽക്കരണത്തിൽ ഇവരെന്തൊക്കെ ചെയ്യുമെന്നൊക്കെ പറയുന്നത്, നിങ്ങൾ ഈ കൊളക്കോടി മലന്ന് കിടക്കുന്നത് ആകാശ താഴേക്ക് ഇടിഞ്ഞു വീണെങ്കിൽ തടയാനാന്ന് പറഞ്ഞത്. അങ്ങനെ കൊളക്കോടിയുടെ മനസ്സൊന്നുമായിട്ട് ഈ CPM പ്രതിനിധി വന്നിട്ട് ചർച്ചയ്ക്ക് ഇരിക്കരുത്. നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂലെന്ന്. ഞങ്ങൾ ഈ രാജ്യത്ത് 10-21 സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങളുടെ അലയൻസ് കൂടിയിട്ട് ഈ രാജ്യത്തിന്റെ 80% ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഈ രാജ്യം ഭരിക്കുന്ന, ഈ രാജ്യത്തിന്റെ 80% വരുന്ന ഏരിയയിൽ മുഖ്യമന്ത്രിമാരുള്ള ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളത്. ഞങ്ങളുടെ സെനറ്റിൽ മാത്രമൊന്നും അല്ലതെ, അങ്ങ് പാർലമെന്റിലൊക്കെ ഞങ്ങളുടെ ആളുകളുണ്ടെങ്കിൽ അത് ഇനിയും ഉണ്ടാവുന്നത്. ഈ രാജ്യത്തിൽ ഒരു സംസ്ഥാനത്ത് പോലും ഒരു സംവിധാനം ഇല്ലാത്ത ഒരു വെറും 4 MP മാത്രമുള്ള, വിരലുണ്ടാവുന്ന MLA മാത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് ചുക്കും ചുണ്ണാമ്പ് ഞങ്ങളെ ചെയ്യാൻ പറ്റൂല എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിക്കോ. ഇതൊക്കെ വെറുതെ ഈ കുളക്കോയുടെ സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുക മാത്രമേ ഉള്ളൂ. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്ന നടത്തുന്ന അവരേതാണ്ട് മതേതരത്വത്തിന്റെ മാടപ്രാവുകളാണ്. നോക്കൂ, ഇവിടെ ഇലക്ഷന് തൊട്ട് മുമ്പ് ഇവരുടെ പൂക്കി മുഖ്യമന്ത്രി എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി പറയുന്നു അവർ മതരാജ്യം സ്വപ്നം കാണുന്നവരാണ്, അവർ മതേതരത്വത്തെ പാലിക്കുന്നവരല്ല. മതേതരത്വം എന്ന് പറയുന്നത് ഈ നമ്മുടെ സമൂഹത്തെ ബാധിച്ചിട്ടുള്ള രോഗമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുമ്പോൾ VD സതീശൻ പറയണം അല്ലല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ മതേതര സംഘടന. ഏത് മാസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശില് 100 കണക്കിന് വരുന്ന ഹിന്ദുക്കളെ വീടുകളിൽ നിന്ന് അടിച്ചോടിച്ചവരുടെ വീടുകൾക്ക് തീയിട്ട അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊന്നു കളഞ്ഞിട്ടുള്ള ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്താണ് നേരത്തെ നമ്മുടെ നിലവിലെ മുഖ്യമന്ത്രി. അടുത്ത 2-1 തന്നെയല്ലേ? അല്ലെങ്കിൽ ഹാഷ്മിക്ക് തിരുത്താൻ കേട്ടോ, എന്റെ അറിവ് 2-1 തന്നെയാണ്. എന്റെ അറിവിൽ 2 ആയിക്കോട്ടെ. എന്തായാലും അവർ മതരാജ്യം സ്വപ്നം കാണുന്നവരാണല്ലോ, മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കാത്തവരാണല്ലോ. അത് സംശയമൊന്നുമില്ല ഹാഷ്മിക്ക്. ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത ജമാഅത്തെ ഇസ്ലാമി മതേതരമാണെന്ന് എങ്ങനെ പറയാ VD സതീശൻ? ഇനി KM ഷാജി എന്താ പറഞ്ഞത്? കഴിഞ്ഞ 10 കൊല്ലം കഴിഞ്ഞ് 10 കൊല്ലത്തേക്ക് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അവകാശങ്ങൾ തിരിച്ചു പിടിക്കാനാണ് UDF ഭരണത്തിൽ വരുന്നത് പറഞ്ഞ KM ഷാജി അല്ലേ? അദ്ദേഹം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മന്ത്രിയല്ലേ? ആ കോൺഗ്രസിന്റെ പ്രതിനിധി മതേതരത്വമൊക്കെ പറയുന്നത് നാണക്കടന്ന് ആലോചിച്ച് നോക്ക്. മതത്തിന്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടായിട്ട് ആ പാർട്ടിയെ സ്വന്തം മുന്നണിയിൽ ഉൾപ്പെടുത്തിയിട്ട് ആ പാർട്ടിയുടെ നേതാക്കന്മാർ പച്ചയ്ക്ക് മതം പറയുന്ന പ്രസ്ഥാനം മുസ്ലിം ലീഗ് കൂടെ ഉണ്ടായിട്ടും മതേതരത്വം എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് ചില്ലറ എളുപ്പമൊന്നും പോരാ.